ഈ നേരത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഏകോപനത്തിൽ പിഴവ് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. എവിടെയാണ് പിഴവ് പറ്റിയത്? നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകളെ ഈ 18-ാം പടി കൂടെ കടത്തിവിട്ടെങ്കിൽ മാത്രമേ ഒരു മിനിറ്റിൽ സാധാരണ അനുസരിച്ചാണെങ്കിൽ 80-85 അത് ഏറ്റവും നല്ല മികച്ച ഒരു പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരെ ഏകോപനം നടത്തുന്നു. മാത്രമല്ല ബറ്റാലിയനിലെ ചുറുചുറുക്കുള്ള പോലീസ് പയ്യന്മാരടക്കം നിരവധി പേരാണ് നിൽക്കുന്നത്. അപ്പോൾ എവിടെയാണ് പിഴവ് പറ്റിയത്? എങ്ങനെ നമുക്ക് പരിഹരിക്കാൻ കഴിയും? ഇത് രണ്ടാമത്തെ ദിവസം തന്നെ ഇങ്ങനൊരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത് എത്രയും വേഗത്തിൽ പരിഹരിക്കേണ്ടതാണ്. കാരണം നമ്മളിപ്പോൾ എണ്ണുമ്പോൾ തന്നെ 65-60 പേരൊക്കെയാണ് ഒരു മിനിറ്റിൽ പടി കയറുന്നത്. ശബരിമലയിൽ വളരെ തിരക്ക് നിയന്ത്രിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ശരാശരി 75-80 പേരെ വരെ പടി കയറ്റാൻ സാധിക്കണം. ഇപ്പോൾ നട അടച്ചിരിക്കുന്ന സമയമാണ്. നട തുറന്നിരിക്കുന്ന സമയമാണെങ്കിൽ കുറച്ചുകൂടി ഒരു സ്ലോ ആകാനും സാധ്യതയുണ്ട്. കാരണം ചില പൂജ സമയമൊക്കെ ആണെങ്കിൽ പിന്നെയും സ്ലോ ആകും. അപ്പോൾ മനസ്സിലാക്കുന്നത് ചില ഉദ്യോഗസ്ഥരിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലയ്ക്കലും പമ്പയിലുമുള്ള ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ഒരു ഏകോപനത്തിൽ ചെറിയ പിഴവുകളുണ്ട്, പ്രശ്നങ്ങളുണ്ട് എന്നതാണ്. കാരണം നിലയ്ക്കലിൽ നിന്ന്, അതായത് ശബരിമലയിലെ തിരക്ക്, സന്നിധാനത്തെ തിരക്ക് കുറയ്ക്കണമെങ്കിൽ അവിടെ നിലയ്ക്കലിൽ നിന്ന് തന്നെ ഈ നിയന്ത്രണം തുടങ്ങണം. നിലയ്ക്കൽ നിന്ന് തിരക്ക് നിയന്ത്രിച്ച് പമ്പയിലേക്ക് വിടുകയും പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് മല കയറ്റുകയൊക്കെ ചെയ്താൽ മാത്രമേ ഇത് നിയന്ത്രിക്കാൻ സാധിക്കൂ. അപ്പോൾ പരിചയസമ്പന്നരായ പോലീസ് ഉദ്യോഗസ്ഥർ സന്നിധാനത്ത് മാത്രമല്ല നിലയ്ക്കലടക്കം വേണ്ടിവരും. പടി കയറ്റാൻ നല്ല പ്രാവീണ്യമുള്ള, ശബരിമലയിൽ മുൻപ് പ്രവർത്തിച്ച് പ്രാവീണ്യമുള്ള പോലീസുകാരെ തന്നെ നിയോഗിക്കേണ്ടി വരും. അതെല്ലാം തന്നെ പോലീസ് ചെയ്തിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കണം. എന്തായാലും അതിലേക്ക് ഉടൻ തന്നെ കടക്കും. എന്തായാലും നിലവിൽ സ്പോട്ട് ബുക്കിംഗ് ഒരു വലിയ പ്രതിസന്ധിയാണ്. 20,000 പേരാണ് നിലവിൽ സ്പോട്ട് ബുക്കിംഗ് അനുവദിച്ചിരുന്നത്. പക്ഷേ ദേവസ്വം ബോർഡ് തീരുമാനിച്ച പ്രതീക്ഷ 20,000 എന്ന നിലയിൽ തന്നെ പരിമിതപ്പെടുത്തിയാൽ മതി. കാരണം ഇപ്പോൾ 20,000 എന്ന് നേരത്തെ തീരുമാനിച്ചെങ്കിലും 20,000-ൽ കൂടുതൽ പേർ വന്നെങ്കിലും സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കുന്ന ഒരു സ്ഥിതി കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മാത്രമല്ല 70,000 പേർക്കാണ് ഒരു ദിവസം വെർച്വൽ ക്യൂ ബുക്കിംഗ് അനുവദിച്ചിരുന്നത്. പക്ഷേ 70,000 മുൻകാലങ്ങളിലൊക്കെ 70,000 പേർ ബുക്ക് ചെയ്താൽ ഒരു 55,000 പേര് 52,000 പേര് ഒരു ദിവസം ദർശനത്തിന് എത്തുമായിരുന്നുള്ളൂ. പക്ഷേ ഇത്തവണ 60,000, 65,000, 60,000, 65,000 പേർ ദർശനത്തിനെത്തുകയാണ്. അതായത് ബുക്ക് ചെയ്ത ശേഷം വരാതിരിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു. ബുക്ക് ചെയ്തവർ പരമാവധി വരികയാണ്. സ്പോട്ട് ബുക്കിംഗ് 20,000 എന്ന് പറഞ്ഞ് ബുക്ക് ചെയ്തത് കഴിഞ്ഞ ദിവസം ഞാൻ മനസ്സിലാക്കുന്നത് 37,000 പേർക്ക് വരെ സ്പോട്ട് ബുക്കിംഗ് കൊടുത്തു. അപ്പോൾ അത് കർശനമായി തന്നെ നിയന്ത്രിക്കും. 20,000 കഴിഞ്ഞാൽ പിന്നീട് ബുക്ക് ചെയ്യുന്നവർ അടുത്ത ദിവസം ദർശനത്തിനുള്ള അവസരം നൽകാം എന്ന തീരുമാനത്തിലാണ്. സ്ലോട്ട് മാറ്റാനുള്ള ഒരു സംവിധാനം ഒക്കെ ഏർപ്പെടുത്തണം.